ചില സമയത്ത് ഇരുട്ട് വരുവേ. നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ ഇരുട്ട് വരും. ഇരുട്ട് വരുമ്പോൾ ആടെ വെളിച്ചമാണ് ആദ്യം തെളിയണമെന്ന് നിങ്ങൾക്കറിയാവോ? ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നവരുടെ വെളിച്ചമാണ്, വിശ്വസിക്കുന്നവരുടെ അല്ല. അതെപ്പോഴും ഓർക്കണം. ഇരുട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ചൊവ്വയൊക്കെ കണ്ണ് ചൊവ്വ കാണാമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇരുട്ട് വന്നു പോയാൽ ആരുടെ വിളക്കാണ് കാറ്റുരഞ്ഞ് ആദ്യം കത്തണത്? ദൈവത്തെ ജീവനേക്കാളുപരി സ്നേഹിക്കണവരുടെ വിളക്കാണ് ആദ്യം കത്തണത്. അതെങ്ങനെ എനിക്ക് മനസ്സിലായെന്നറിയാമോ? തോമാസ് ശ്ലീഹായുടെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. തോമാസ് ശ്ലീഹായുടെ ജീവിതത്തിലെ, അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലെ ഒരു പണ്ടാര ഇരുട്ട് വന്ന്, വല്ലാത്ത ഇരുട്ട് മാത്രം, ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശോ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചതല്ല. ഈശോ ഇപ്പം എൻ്റെ അപ്പനെ ഞാൻ അപ്പ എന്നല്ലാതെ വേറെ വല്ലതും വിളിക്കുമോ? എൻ്റെ അപ്പനെ ഞാൻ അപ്പ എന്നല്ലേ വിളിക്കത്തുള്ളൂ. അത് വിളിച്ച് കേട്ടപ്പോൾ മറ്റുള്ളവർക്ക് ഭയങ്കരമായ ഉതപ്പ് വന്നതേ, ഇവൻ ദൈവത്തെ അപ്പ എന്ന് വിളിച്ചു, പിതാവെന്ന് വിളിച്ചു. എന്നുവെച്ചാൽ ദൈവത്തെ അങ്ങനെ നാട്ടു നടപ്പനുസരിച്ച് അപ്പ അമ്മ എന്നൊന്നും വിളിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വെളിപാടുള്ള ജനമായിരുന്നു ഇസ്രായേൽ. അപ്പോൾ അവർക്കത് ബ്ലാസ്ഫെമി, ദൈവത്തെ ഇങ്ങനെ കുറ്റം പറഞ്ഞ പോലെ ഒക്കെ അവർക്ക് ഉൾക്കൊള്ളാം. അവർ അങ്ങനെ ദൈവത്തെ ശപിക്കുന്നവനെ കല്ലെറിഞ്ഞ് കൊല്ലാനാണ് യഹൂദൻ്റെ ആദ്യകാലം മുതലുള്ള പാരമ്പര്യം. അപ്പം അത് ഈശോ വന്നത് തന്നെ എന്തിനാ? നിങ്ങൾ വിചാരിക്കണ പോലെ അനന്തമായ അജ്ഞാതമായ ദീപ്തിപൂരത്ത് വാണരുളുന്ന ഒരു അബ്സ്ട്രാക്റ്റ് പ്യുവർ ആക്ട് അല്ല ദൈവം. അമൂർത്തനായ ഒരു നിഷ്ക്രിയനല്ല ദൈവം. ദൈവം അപ്പായാണെന്ന് പറയാനാണ് ഈശോ അവതരിച്ചത്. കൈ അടിച്ച് കർത്താൻ. അപ്പോൾ അത് ദൈവത്തെ പിതാവെന്ന് വിളിച്ചതോടുകൂടി വലിയ ഈശോ ഉദ്ദേശം എന്തറിയാവോ? ദൈവം പിതാവാണല്ലോ. ദൈവത്തെ വെളിപ്പെടുത്തി പിതാവ് ആണെന്ന് മക്കൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കും. മനസ്സിലായില്ലേ? ദൈവം ഒരു അമൂർത്തനായ നിഷ്കാമ കർമ്മനാണ്, നിർഗുണ ബ്രഹ്മനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ കാൻ വി ലവ്? നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഈശോ പറഞ്ഞു യു മസ്റ്റ് ലവ് ബിക്കോസ് ഗോഡ് ഈസ് ഫാദർ. ദൈവം പിതാവാണെന്ന് പറഞ്ഞു. അപ്പം മനുഷ്യൻ്റെ സ്നേഹനിലവാരത്തെ വർദ്ധിപ്പിക്കുക, ദൈവത്തോടുള്ള സ്നേഹത്തെ വർദ്ധിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? 17:24 വർക്കൗട്ട് ചെയ്യും യോഹന്നാൻ. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എനിക്ക് അങ്ങക്ക് എന്നോടുള്ള സ്നേഹത്താൽ അങ്ങനെ മഹത്വപ്പെടുത്തിയെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമുക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം വർദ്ധിച്ചിട്ട് ദൈവം നമ്മളെ മഹത്വപ്പെടുത്താൻ കഴിയും. അപ്പോൾ അനുഗ്രഹത്തിൻ്റെ വലിയൊരു നൂറ്റാണ്ടുകളായിട്ട് പൂട്ടിക്കിടന്ന സ്വർഗത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിലാണ് അപ്പായാണെന്ന് ദൈവം ഒന്ന് വെളിപ്പെടുത്തിയപ്പോൾ ഈശോ മുറുക്കെ തുറന്നു തന്നത്. കൈ അടിച്ച് കർത്താൻ. ആബാ പിതാവേ, ഹല്ലേലൂയ. ആബാ പിതാവേ, അങ്ങ് മാത്രമേ ഞങ്ങൾക്കു ദൈവം. ഈ വലിയ വെളിപാട് കിട്ടിയപ്പോൾ യഹൂദന്മാരങ്ങ് ഇളകി. യേശുവിനെ അപ്പോസ്തലന്മാരെയും കല്ലെറിയാൻ തുടങ്ങി. അവർ കുറച്ച് നാളത്തേക്ക് ശാന്തത ഉണ്ടാകാൻ വേണ്ടി ഈശോ വന്ന് ജോർദാൻ നദി കടന്ന് ഇപ്പുറത്ത് വന്ന് ബെഥനിയായിൽ നിന്ന് ബെത്ബഹയിൽ അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് സംഭവിച്ചത്? ലാസർ അപ്പുറത്തെ കരയിൽ രോഗിയായി പോയത്. അത് വലിയൊരു പ്രശ്നമായി. ലാസർ രോഗിയായി പോയി. അപ്പോൾ തന്നെ മാർത്തായ്ക്കും മറിയോ അവരുടെ സിസ്റ്റേഴ്സ്, ലാസറിൻ്റെ സിസ്റ്റേഴ്സ് ആണല്ലേ, അവർക്കൊരു ഉറപ്പുണ്ട്. എന്താണ്? ഈശോ ഇത് കേട്ടാൽ ഓടി വരും, വന്ന് എൻ്റെ ആങ്ങളയെ സുഖപ്പെടുത്തുമെന്ന്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് അവർ രണ്ടുപേരെ പറഞ്ഞു വിട്ടത്. കഴിഞ്ഞ ആഴ്ച പ്രശ്നം ഉണ്ടായില്ലേ? ദൈവത്തെ പിതാവെന്ന് വിളിച്ചോണ്ട് ആ നാട്ടിൽ തന്നെ പിന്നെ ചെന്ന് കഴിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പം അതുകൊണ്ട് വലിയ പുലിവാലുണ്ട്. അതുകൊണ്ട് എല്ലാ അപ്പോസ്തലന്മാരും ഡൗൺ ചെയ്ത് മൊത്തം എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ ഇരുട്ടിലായിപ്പോയി. പക്ഷെ കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും? കർത്താവിന് പോവാതിരിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? ആത്മാർത്ഥത ഉള്ളതാണ് കർത്താവിന്.
ലാസറിൻ്റെ വീട്ടിൽ ലാസറിനെ വ്യക്തിപരമായിട്ട് അറിയാം. ലാസറിൻ്റെ കുടുംബത്തോട് പ്രിയമുണ്ട്. ആ നാട്ടിൽ ചെല്ലുമ്പോൾ അവിടുന്ന് ആ ഭക്ഷണം കഴിക്കണത്. ഇപ്പം അങ്ങനെയൊക്കെ ആത്മബന്ധമുള്ളൊരു വീട്ടിൽ ഇപ്പോൾ ഒരു ഭയങ്കര അധപ്പതനം ഉണ്ടായാൽ ആത്മാർത്ഥമുള്ള ഈശോയ്ക്ക് ഇരിക്കണ പാട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല. കർത്താവ് ആത്മാർത്ഥ കൊണ്ട് കല്ലേറെങ്കിൽ കല്ലേറ്, തല്ലെങ്കിൽ തല്ല്, ശരീരക്ലേശമെങ്കിൽ ശരീരക്ലേശം. കർത്താവ് പോകാൻ തന്നെ തീരുമാനിച്ചു. അപ്പോസ്തലന്മാർ പോകണ്ടെന്നും തീരുമാനിച്ചു. അപ്പോസ്തലന്മാർ കൺഫ്യൂഷനായി, ഇരുട്ടായി. കർത്താവിന് പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് അപ്പോസ്തലന്മാരുടെ കായികമായ ക്ലേശങ്ങളെക്കുറിച്ചുള്ള ചിന്ത ചില സമയത്ത് കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയും. ഇപ്പം നിങ്ങളുടെ പള്ളിയിലൊക്കെ ഒരു വഴക്ക് നടക്കണം വിചാരിച്ചോ. ഇപ്പോൾ ഉടനെ ഭർത്താവ് പറഞ്ഞു ഇവിടെ കെട്ടിയിറങ്ങി പോകണം, അവിടെ മുഴുവൻ വഴക്കാണ്, നിങ്ങൾ അവിടെ ചെന്ന് കക്ഷി ചേരണ്ട. ചില പള്ളിയിലൊക്കെ ഗ്രൂപ്പടിയൊക്കെ ഉണ്ടാകത്തില്ലേ? ചില പള്ളികളൊക്കെ ഉണ്ടാകും. ഞാൻ ഇരുന്ന ഒരു പള്ളിയിൽ ഞാൻ ബ്രദറായിരുന്ന സമയത്ത് ഗംഭീരടിയായിരുന്നു. നാട്ടുകാർ തമ്മിൽ 2 ചേരിയായിട്ട് അടിയായിരുന്നു. അപ്പോൾ പല അപ്പച്ചന്മാരും ചേച്ചിമാരും ചേട്ടന്മാരും പറയും ആൾക്കാരെ പോകുന്നത്, നീ എവിടെയാണ് സാരി കൊടുത്ത് കയറി പോകണം, അവിടെ മുഴുവൻ തല്ലാണ്, അവിടെയൊക്കെ ആര് പോകാൻ അവസാനം നമ്മൾ പ്രതിയാകുമെന്ന് പറയും. പക്ഷേ നമ്മൾ പോകണത് എന്തിനാണ്? കർത്താവിനെ കാണാൻ. എൻ്റെ മക്കളെ അപ്പോഴാണ് പോകേണ്ടത്. നമ്മൾ ബുദ്ധിയും ബോധം ഇല്ലാത്തവൻ, വിശ്വാസം ഇല്ലാത്തവൻ നമ്മൾ പുറകോട്ട് പിടിച്ച് വലിക്കും. ഇപ്പം ദേവാലയത്തിനും ദൈവത്തിൻ്റെ സംവിധാനത്തിനും സമൂഹത്തിനും സത്യത്തിനും എവിടെയെങ്കിലും ഒരു കുറവ് വരുമ്പോൾ നമ്മൾ ഇരുട്ടണ സമയത്ത് നമ്മൾ പോകണം. ചില സമയത്ത് എന്തിനാ ആക്ഷേപങ്ങളാണ് വരുന്നത്, അവിടെ പോയിട്ട് എന്തിനാണ്, അവിടെ ഇതാണ് സംഭവം എന്ന് പറയും. ഉടനെ നമ്മൾ മനസ്സിടിക്കും. ഇതുപോലെ അപ്പോസ്തലന്മാർക്കും ഭയങ്കര ക്ലായക്കേശം. അവിടെ പോയി അടിയാണ് നടക്കാൻ പോണത്, കല്ലേറാണ് നടക്കാൻ പോകണമെന്ന് വെച്ചപ്പോൾ അപ്പോസ്തലന്മാർ കർത്താവ് മുന്നോട്ട് പോയി, അവർ പിറകോട്ട് പോയി. അവിടെയാണ് തോമാശ്ലീഹ ആകണത്. അങ്ങേരുടെ വിളക്ക് മാത്രമാണ് ആ സമയത്ത് കാറ്റുരഞ്ഞ് കത്തിയത്. കൈയിട്ടിച്ച് കർത്താവ്. ഇപ്പം സഭയെക്കുറിച്ചുള്ള ചില ആക്ഷേപങ്ങൾ 1-ന് 9,000 ഇരട്ടി ഫേസ്ബുക്കുകാർ മുതലെടുക്കണില്ലേ? യുക്തിവാദികൾ, തോന്നിയവാസികൾ, അല്ലേ, ദൈവത്തെ അറിയാൻ പാടില്ലാത്തവർ, ദൈവത്തെ അതുപോലെ ഇതിനേക്കാൾ 10,000 പാപം ചെയ്തിട്ട് അവിടെ പാപം മുടിവെക്കാൻ വേണ്ടി ആരെങ്കിലും ഒരാൾക്കൊരു അബദ്ധം പറ്റിയ അതിനെ കൊട്ടിക്കൊഴിച്ചിട്ട് അവിടെ പാപത്തെ മറച്ചു വെക്കാനുള്ള തന്ത്രപരിപാടികളാണ് ഫേസ്ബുക്കിലൊക്കെ നടക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്? ഇതുപോലെ തന്നെയാണ്. കർത്താവിന് കല്ലേറ് കിട്ടുമെന്ന് വിചാരിക്കുമ്പോൾ ചില അപ്പോസ്തലന്മാരുൾപ്പെടെ വിശ്വാസികളുൾപ്പെടെ പിൻവലിയും. തോമാശ്ലീഹയാണ് അവിടെ വെളിച്ചം കാണിച്ചത്. കാര്യം തോമാശ്ലീഹ പറഞ്ഞ് നമ്മളൊന്ന് വിശ്വസിക്കുന്നുണ്ട്, ആ വിശ്വാസം ദൈവം നമുക്ക് തന്നതാണ്. ആ വിശ്വാസത്തിൻ്റെ പേരിൽ എന്തെല്ലാം ക്ലേശങ്ങളുണ്ടായാലും നമ്മൾ കർത്താവിന് പോയി, നമുക്കും പോയി അവരോടുകൂടി മരിക്കാൻ കൈ അടിച്ച് കർത്താവ് വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോലെ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോലെ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആ ഒറ്റ വാക്ക് തോമാശ്ലീഹയ്ക്ക് എവിടുന്ന് കിട്ടിയതാ? നമുക്കും പോയി അവനോട് മരിക്കാമെന്ന്. ആ ഒറ്റ വാക്ക്. അപ്പോൾ ആ പഴയ ഇരുട്ടിൽ തപ്പി മരവിച്ച് നിന്നിരുന്ന അപ്പോസ്തലന്മാർ മുഴുവൻ ഒറ്റയടിക്കാണ്, ഒറ്റ വാക്കിൽ, തോമാശ്ലീഹ ഒറ്റ വാക്കിലാണ് കർത്താവിൻ്റെ പിന്നിൽ അണിനിരത്തിയത്. രക്തസാക്ഷിത്വത്തിൻ്റെ വഴികളിൽ വിശ്വാസത്തിൻ്റെ ഒരു സമൂഹത്തെ വാർത്തെടുത്തുകൊണ്ട് അപ്പോസ്തലന്മാരെ ഒറ്റ വാക്കിൽ കർത്താവിൻ്റെ പിന്നിൽ ഭയങ്കരമായ തകർച്ചയുടെ പ്രതിസന്ധിയുടെ സമയത്ത് അണിനിരത്തിയ ആളാണ് തോമാശ്ലീഹ. അതാണ് സ്നേഹമെന്ന് പറയണത്. അത് വിശ്വാസമല്ല. വിശ്വാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ തോമാശ്ലീഹ പറയും, എനിക്ക് വിശ്വാസമല്ല നിന്നോടുള്ളത്, എനിക്ക് നിന്നോടുള്ളത് സ്നേഹമാണ്. എനിക്ക് നിന്നോട് വിശ്വാസമല്ല ഉള്ളത്. സ്നേഹിക്കുന്നവരെന്ന് വിശ്വസിക്കണം. കാര്യം എന്താണ്? 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവന് 8ാം ക്ലാസ്സിൽ എത്തിയിരിക്കുന്ന കാര്യമുണ്ടോ? 10ാം ക്ലാസ്സിൽ പഠിക്കണവനാണ്. നീ എന്തിനാ 8ാം ക്ലാസ്സിൽ പാഠപുസ്തകം വായിക്കണത്? തോമാശ്ലീഹ പറഞ്ഞു, എനിക്ക് നിന്നോട് വിശ്വാസമല്ല ഉള്ളത്, എനിക്ക് നിന്നോട് സ്നേഹമാണുള്ളത്. ചുമ്മാ സ്നേഹമല്ല, നിൻ്റെ ജീവന് വേണ്ടി ജീവൻ കളയാനുള്ള സ്നേഹം. കൈ അടിച്ചു കിടത്താണ്.
ഇതാണ് പൗലോസ് അപ്പോസ്തലനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? വിശ്വാസം പ്രത്യേക സ്നേഹം, അവയിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് എന്താണ്? സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 13:13 വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അതിൽ സർവോത്കൃഷ്ടം എന്താണ്? സ്നേഹമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയണത്, ലോകസ്ഥാപനത്തിന് മുമ്പ് നിനക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹത്താൽ, യോഹന്നാൻ 17:24 അങ്ങനെക്ക് മഹത്വം നൽകി. ദൈവപൈതലേ, വിശ്വാസം പ്രതിസന്ധി നിൽക്കുമ്പോൾ, കൂദാശകൾ പ്രതിസന്ധി നിൽക്കുമ്പോൾ, കൂദാശയെക്കുറിച്ച് വൈദികരെക്കുറിച്ചുമില്ല, ഇങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾ. ഫേസ്ബുക്കിലൊരു പോസ്റ്റ് വന്നായിരുന്നു. വീണ ചീഞ്ഞ പഴങ്ങളെക്കുറിച്ചല്ല സഭയെ വിലയിരുത്തേണ്ടത്. ഒരു വൃക്ഷത്തെ വിലയിരുത്തേണ്ടത് എങ്ങനെയാണ്? അടർന്ന് വീണ പഴങ്ങളെക്കുറിച്ചാണ് അല്ല, അവിടെ നിന്ന് പൂത്ത് നിൽക്കുന്ന പഴങ്ങളെക്കുറിച്ചും പൂത്ത് നിൽക്കുന്ന പുഷ്പങ്ങളെക്കുറിച്ചും, മരം മുഴുവനും പൂത്ത് നിൽക്കുന്ന പുഷ്പങ്ങളെക്കുറിച്ചും, മരം മുഴുവനും പഴുത്ത് നിൽക്കുന്ന 99% പഴങ്ങളെക്കുറിച്ചാണ് മരത്തെ വിലയിരുത്തേണ്ടത്. ആരെങ്കിലും മനുഷ്യരാണ് വീണ് പോയി കഴിഞ്ഞാൽ അത് വെച്ച് വിലയിരുത്തേണ്ടത് ദുഷ്ടലാക്കോതോടുകൂടിയായിരിക്കും. അവർ വിശ്വാസികളല്ല, കർത്താവിനുള്ളവരല്ലെന്ന് തിരിച്ചറിയാനുള്ള കഴിവും വിവേചനശക്തിയും വിശ്വാസിക്ക് ഉണ്ടാകണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാവണം. ഇങ്ങനെയുള്ള പ്രതിസന്ധി കർത്താവിനുണ്ടായിരുന്നില്ലേ? കർത്താവിന് പ്രതിസന്ധി ഉണ്ടായപ്പോഴാണല്ലോ തോമാസ് ശ്ലീഹ വെളിച്ചം കാണിച്ചു കൊടുത്തത്. നമുക്ക് അതാണ് വിശ്വാസം. പ്രതിസന്ധിയിലായപ്പോൾ അപ്പോസ്തലന്മാരെല്ലാം മരവിച്ചു. കർത്താവിനെ അനുഗമിക്കുന്നതിൽ മരവിച്ചപ്പോൾ തോമാസ് ശ്ലീഹ ഒറ്റക്ക് നിന്നുകൊണ്ടാണ് എല്ലാത്തിനെയും കൊണ്ട് തിരിച്ചു കൊണ്ടുവന്നത്. കർത്താവിലേക്ക് എന്താണ്? സ്നേഹമാണത്. അതുകൊണ്ടാണ് വിശ്വാസം പ്രത്യേക സ്നേഹം, അത് സർവോത്കൃഷ്ട സ്നേഹമാണെന്ന് പറയുന്നത്. ആ സ്നേഹമക്കളെ, ഇതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവസ്നേഹത്തെ നിൽക്കുമ്പോൾ, യോഹന്നാൻ 17:24 വർക്കൗട്ട് ചെയ്യും. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് നിനക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹത്താൽ നീ എനിക്ക് മഹത്വം നൽകിയെന്ന്. ദൈവവേദലെ, ദൈവത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ തോമാസ് ശ്ലീഹ പോലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഭയെയും ദൈവത്തെയും സ്നേഹിക്കുമ്പോൾ ദൈവം നമുക്ക് മഹത്വം നൽകും. ആ മഹത്വത്തിൻ്റെ അതിൻ്റെ ബഹിസ്ഫുരണമായിട്ടാണ് നമുക്ക് ജീവിതത്തിനെല്ലാം ഉന്നതമായ വിജയം ഉണ്ടാകുന്നത്. ഒരു പക്ഷേ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ദൈവത്തോട് ചേർന്നതുകൊണ്ട് നീ ദൈവത്തിന് സാക്ഷ്യം നൽകുമ്പോൾ നിനക്ക് ദൈവം മഹത്വം നൽകും. ആ മഹത്വം നിൻ്റെ ജീവിത ഉയർച്ചയായി ഉയരുകയും ചെയ്യും, ഉയർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും, അത് സാക്ഷ്യമാവുകയും ചെയ്യും. ഇന്ന് ഉള്ള പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കാൻ, വിശ്വാസത്തോടെ അതിജീവിച്ചുകൊണ്ട് ദൈവമഹത്വം കരയറ്റാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, സ്തുതിയുടെ ഹല്ലേലൂയ, 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 ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു.